ഹലോ ഗൈസ്, ഇതിപ്പോ എത്രാമത്തെ ടേക്ക് ആണെന്നറിയോ? ഇങ്ങനെ നേർക്ക് നേരെ നിന്ന് ക്യാമറ നോക്കി സംസാരിച്ച് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ധൈര്യം വേണം കേട്ടോ. ഞാൻ കുറെ ടേക്ക് എടുത്തു, ഒന്നും അവിടെ ശരിയാവുന്നില്ല. എന്തായാലും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. അപ്പൊ ഞാൻ സാധാരണ വീഡിയോസ് ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് വീഡിയോസ് എടുത്തിട്ട് പിന്നീട് വോയിസ് ഓവർ കൊടുത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത്. അത് കുറച്ച് സമയം കൂടുതൽ വേണം, അറിയാലോ. നമ്മൾ ആദ്യം വീഡിയോ എടുത്ത് പിന്നെ കുറെ നേരം ഇരുന്ന് വോയിസ് ഓവർ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറച്ച് സമയം പരിധി കാരണം ഞാൻ വിചാരിച്ചു എന്നാ ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ട് തന്നെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാനൊരു ചെറിയ മൈക്ക് ഒക്കെ വാങ്ങി. അപ്പൊ എന്തായാലും ഇതൊരു പരീക്ഷണമാണ് ഗൈസ്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ബീഫ് സ്റ്റൂ ആണ് കേട്ടോ. പിന്നെ സ്റ്റൂവിന് വേണ്ടുന്ന ബാക്കി വെജിറ്റബിൾസ് എടുക്കാം. അതൊരു ക്യാരറ്റ്, ഒരു പകുതി തക്കാളി വേണം, ഇച്ചിരി വലിയ തക്കാളി കേട്ടോ. അപ്പൊ അതിന്റെ പകുതി മതി. ഒരു ചെറിയ സവാള എടുക്കുക, പിന്നെ കുറച്ച് ബീൻസ്, പിന്നെ പൊട്ടറ്റോ വേണം, അത് ഓൺ ദ വേ ആണ്. അപ്പൊ നേച്ചനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചിട്ട് വരാൻ. അപ്പൊ ഇത്രയും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി പതുക്കെ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് ആക്ച്വലി ഈ സ്റ്റൂ നാളെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവമാണ് കേട്ടോ. അപ്പൊ ഇപ്പോഴേ എന്തിനാ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ നാളെ ഇവിടെ ഇല്ല. നാളെ ഞാനൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ലേഡീസിൻ്റെ കൂടെ, അതായത് എനിക്കറിയത്തില്ല, അതിലുള്ള ആരെയും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ട്രാവൽ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു 1 ഡേ പിക്നിക്കിന് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാളെ വീക്കെൻഡായിട്ട് കിച്ചൂസും ചാനും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം അവർ രാവിലെ തന്നെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാൻ, ഒന്നാമത് എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു സമയമാവും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എളുപ്പമാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് പിന്നെ പുറത്തു പോയി കഴിച്ചോളൂ. അങ്ങനെ ഇപ്പോൾ പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഒരുപാട് വലുതല്ല എന്നാൽ ചെറുതും അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം സൈസിലൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ. പച്ചമുളക്, എരി ഇഷ്ടമുണ്ടെങ്കിൽ പച്ചമുളകും ഇടാം. പിന്നെ ഇവിടെ കിച്ചൂസിന് എരി അധികം പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ പച്ചമുളക് ഒഴിവാക്കും. അല്പം കുരുമുളക് കൂടി തന്നെ, അതിന് തന്നെ ആവശ്യത്തിനുള്ള എരി വരും. അപ്പോൾ പച്ചമുളക് തൽക്കാലം ഒഴിവാക്കുവാണ്. എൻ്റെ പൊട്ടറ്റോയും കൊണ്ട് ആള് വന്നെന്ന് തോന്നുന്നു. നോക്കട്ടെ. തേങ്ങാപ്പാല് വേണമല്ലോ. അതുകൊണ്ട് കുറച്ച് തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്താൽ നല്ല കേട്ടോ. തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ച 2ാം പാലാണ്. ഇങ്ങനെ സ്റ്റൂ ഉണ്ടാക്കുന്നത് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം പെട്ടെന്നൊക്കെ രാവിലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ മറ്റേ പാക്കറ്റ് തേങ്ങാപ്പാലിൻ്റെ പൗഡർ കിട്ടുമല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്നൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ ഇതിനാണ് കേട്ടോ നല്ല ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ നമ്പർ 1 നമ്മുടെ നാടൻ തേങ്ങ എടുത്ത് ഇങ്ങനെ അരച്ച് എടുക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച സ്റ്റൂവിന് തന്നെയാണ്. പിന്നെ രാവിലത്തെ തിരക്കിലൊന്നും ഇതൊന്നും ചിലപ്പോൾ നടക്കത്തില്ലല്ലോ. അപ്പോൾ ബൈ ദ ബൈ ഇതാണ് ഫസ്റ്റ് തേങ്ങാപ്പാൽ. ഇത്രയാണ് കിട്ടിയത്. പിന്നെ ഇത് ഇത്ര ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ബീഫ് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പിന്നെന്താ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ബീഫായിരുന്നു. അതായത് പകുതി വേവിച്ച് വെച്ച ബീഫാണ്. അപ്പോൾ ബാക്കി ഇത്രയും മതിയാവും കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്ത്, അപ്പോൾ ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ പാനോ കുക്കറോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരി സ്പൈസസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പട്ട, ഗ്രാമ്പൂ, കുറച്ച് പെരുംജീരകം, ഇതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഭയങ്കര പൊട്ടലായിപ്പോയി. സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുരുമുളക് എടുത്ത് ഡയറക്റ്റ് നല്ല ചതച്ചിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ചൊന്ന് വഴറ്റിയെടുത്തിട്ട്
ബാക്കി പച്ചക്കറികളും കൂടെ ഇട്ടിട്ട് ബീഫും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം. അരിഞ്ഞു വെച്ച പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് ഇതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്, ഞാൻ ഓൾറെഡി ഈ ബീഫിൽ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചത്, അപ്പൊ അതിന്റെ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരല്പം ഗരം മസാലയും കൂടെ ചേർക്കാം. കുറച്ച് മതി കേട്ടോ, ഞാൻ ഓൾറെഡി പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടതുകൊണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ഒറ്റ വിസിൽ മതി കേട്ടോ. അങ്ങനെ സ്റ്റൂവിൻ്റെ ഒരു വിസിലൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ എന്തായാലും രണ്ടാം പാൽ ഒഴിക്കണം. ഇത്ര എടുത്തോ നോക്കാം, നമുക്ക് കുറച്ച് മതി. കാരണം ബീഫ് ഒരു 1/2 കിലോ അല്ലേ ഉള്ളൂ, അപ്പൊ അതനുസരിച്ചിട്ടുള്ള വെള്ളം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ മതി. രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് ഇത് കുറച്ചൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇത് ഇത്രയുണ്ട്. ഇത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് തിളയ്ക്കണ്ട, ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് സ്റ്റൂവിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആയപ്പോൾ കളറാക്കാൻ വേണ്ടി ചേർത്തതേ ഉള്ളൂ. അപ്പോൾ അതെ, സ്റ്റൂവിനകത്തേക്ക് നമ്മുടെ കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ സുടു ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം, ചപ്പാത്തി, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എന്നാലും ഏറ്റവും നല്ല കോമ്പിനേഷൻ ഞാൻ പറയുന്നത് അപ്പവും ബീഫ് സ്റ്റൂ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.